ഇന്നലെ നന്ദനും ഭാര്യയും വന്നപ്പോ ഇങ്ങനെ ഒരു ചേട്ടനുള്ള കാര്യം പറഞ്ഞില്ലല്ലോ. അത് അവൻ വിട്ടുപോയതായിരിക്കും. ഇവിടത്തെ പ്രഭാവതി മാഡത്തിന്റെ ശബ്ദം ഇന്നലെ ഫോണിൽ കേട്ടപ്പോ വേറൊരു രീതിയിലാ തോന്നിയത്. അത് ഈ ശബ്ദം ഫോണിൽ വേറൊരു രീതിയിലാ പലരും പറയാറുണ്ട്. മിസ്റ്റർ ത്യാഗരാജൻ ജി, തേവക്കാട്ടുകാരുടെ കയ്യിലിരിക്കുന്ന കമ്പനിയുടെ അസറ്റിന്റെ കാര്യം ഇന്നലെ നന്ദൻ പറഞ്ഞു. അതിലെ ഒരു ഫയൽ നമ്പരും നന്ദൻ പറഞ്ഞു. നന്ദന്റെ കയ്യിൽ ഡീറ്റെയിൽസ് ഉണ്ട്. ആ ഫയൽ കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടണം. അതിൽ നമുക്ക് അനുകൂലമായിട്ട് കുറച്ച് ഗുണങ്ങളൊക്കെ കിട്ടും. നന്ദന് ഫയലുകളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടിയോ? ഏത് ഫയലാ? അല്ല, ഞാൻ നമ്പർ മറന്നു. ഫുൾ ഡീറ്റെയിൽസ് നന്ദന്റെ കയ്യിലുള്ളതാണല്ലോ. ത്യാഗരാജൻ അതറിയില്ലേ? നന്ദന്റെ ചേട്ടനല്ലേ? അതെ അതെ അതെ. ഫയൽ JS1842. കോൺഫിഡൻസ് സെക്ഷനിലെ ഫയലാണ്. അതെ അതെ, JS1842. അല്ലെങ്കിൽ PS2816. ഇത് രണ്ടുമാണ് ഇമ്പോർട്ടന്റ് ഫയൽസ്. PS2816 അത് തന്നെ. ആ ഫയൽ നമുക്ക് കോടതിയിൽ പ്രസന്റ് ചെയ്യണം. എന്ത് ഭാഗ്യത്തിന് അയാളെ കൈ കിട്ടിയത്. 2816 ഇപ്പോഴേ മാറ്റാം. വെറുതെ നോക്കിക്കാണോ? എടുത്തടിക്ക്. ചാലഞ്ചിങ്. നല്ല ബെസ്റ്റ് സാധന കേട്ടോ. പിടിച്ചു തുടങ്ങി. പിന്നെ ഒരെണ്ണം കൂടെ അടിച്ചാലോ? ഇനി എനിക്ക് താങ്ങില്ല. നല്ല ഫിറ്റായി. അങ്ങനെ പറയരുത്. ഒന്നുകൂടെ എടുത്ത് അടിയുന്നേ. അയ്യോ, അല്ല, ബാക്കി ഡീറ്റെയിൽസ് വേണമായിരുന്നു. അത് നന്ദനെ വിളിക്ക്. നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ. കമ്പനി കാര്യങ്ങൾ നന്ദന് കാണാപ്പാടവാ. ആ തേവക്കാട്ടുകാർക്ക് കമ്പനിക്ക് വേണ്ടി 8-10 ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. അത് നന്ദൻ പറഞ്ഞല്ലോ. ഏതൊക്കെ അത്? അതിൽ 2 പ്രധാനമാ. അത് കോടതിയിൽ അത് എത്തിക്കണം. ഏതൊക്കെ അത്? നന്ദന്റെ കൈ രേഖയുണ്ടല്ലോ. നന്ദനെല്ലാം ചോർത്തിയെടുത്തിട്ടുണ്ടല്ലോ. കുഴപ്പം പിടിച്ച അക്കൗണ്ട് ഏതാണാവോ? ടൗൺ ബാങ്ക്? ടൗൺ ബാങ്ക് ഒന്നുമല്ല. അല്ലേ? ബാങ്ക് ഓഫ് കേരള? അല്ലല്ല. SBI ആയിരിക്കും. അയ്യോ, നിങ്ങൾ പറയുന്ന ഒന്നും അല്ല. എന്നാ സൗത്ത് ഇന്ത്യൻ ബാങ്ക്? നോ, അല്ല. അല്ലേ അല്ല. ഇപ്പൊ ഏതായിരിക്കും? കാനറ ബാങ്ക്? അതൊന്നും അല്ല. നീ നല്ല ഫിറ്റായി ത്യാഗരാജൻ ജി. വിളിക്കാൻ കണ്ട ഒരു ചാമയ പാടുന്നു. ത്യാഗരാജൻ ജി, ഒന്ന് അത് കിച്ചണ. ഞാൻ വിചാരിച്ചു ബാത്റൂം എന്റെ ഒരു ബാത്റൂം കിച്ചണിൽ കയറി മുള്ളിയാലേ പോണേ.